അല്ല ഇനിയിപ്പോ ഇവിടെ വല്ല നായേറ്റുണ്ടാവോ? അല്ലെങ്കിൽ ഇവനുണ്ടാവുമ്പോ ഇതിനാ വേറെ നായി? കാതറേ കാതറേ പക്ഷോനെ ഇജ്ജി കാക്ക് നായിയുള്ള ഈ ചാടിക്കണത്. അല്ലാ കാതറേ കാതറേ ഓടി വാടാ. ഈ ജാതി ചതി എന്നോട് വേണ്ടിട്ടായിരുന്നു കേട്ടോ. ബദരീങ്ങളെ നിങ്ങൾ കാത്തോളി. കുഞ്ഞാക്കല്ലേ വിളിച്ചിനത്? ശരിയേട്ടാ, കുഞ്ഞാക്കയാണല്ലോ വിളിച്ചത്. കുഞ്ഞാക്ക 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 ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. എത്താപ്പത്? ഹൈ, ഇത് മൂത്രാണല്ലോ. ആ കുഞ്ഞാക്കതാ, കുഞ്ഞാക്ക ഇവിടെ ഉണ്ട്. ഇതാ കുഞ്ഞാക്ക, നിങ്ങളെന്താ അട്ടൊറ്റമാർക്ക് അവിടെ ഇങ്ങോട്ട് ഇറങ്ങിക്കോളി കുഞ്ഞാക്ക. കാതറേ, ഞാൻ എൻ്റെ ജന്മത്തിൽ ഇജ്ജാതി പേടിച്ചിട്ടില്ലടോ. അജ്ജാതി ചാട്ടല്ലേ നായി ചാടിയത്. ഹാവൂ, നിങ്ങളെ തെരഞ്ഞു നടക്കായിരുന്നു നമ്മള്. കാതറേ, എനിക്ക് ഈ ദുനിയാവില് രണ്ട് സാധനത്തിനെ പേടിയുള്ളൂ. അതെന്താ പഠിച്ചോനെ? ഒന്ന് ബെപ്പേ, ഒന്ന് പിരാന്തന്മാര്. കുഞ്ഞാക്ക, ഇവിടെ ഒരു ഗ്ലാസ് ചായ തരാനും കൂടി ഒരാളില്ലല്ലോ. അല്ല, അന്റെ കുടിക്കാരത്തേക്ക് എന്തേ പറ്റി? അതൊന്നും പറയണ്ട. ഓക്ക് ദീനം നീച്ചാൻ വെച്ച കിടന്ന കിടപ്പിലാണ്. എന്താ ചെയ്യാ? നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടെയിരുന്ന? ഡോക്ടറെ കാണിച്ചാ ബാക്കിയില്ല. ഇങ്ങളെ കാര്യം കഷ്ട പോകണില്ലേ? അതൊന്നും പറയണ്ട എന്റെ കുഞ്ഞാക്ക. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളിപ്പോ പറഞ്ഞത്. ഞാനിപ്പോ നിങ്ങളെ വിളിച്ചത് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനാ. അതാണ് ഈ കുഞ്ഞാക്ക. ഇങ്ങള് മനസ്സ് കാണുമ്പോ കുഞ്ഞാക്ക മാനത്ത് കാണും. അനക്കിപ്പോ ഒരു പെണ്ണ് കെട്ടണം, അതല്ലേ ഈ പറയാൻ പോണത്? ഏത്? ഹാവുന്റെ കുഞ്ഞാക്ക, നിങ്ങളെ ഞാൻ സമ്മതിച്ച്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അന്നെ ഞാൻ നല്ലോണം സഹായിച്ചേരടാ. കള്ള കുഞ്ഞാക്കതാ. എവിടെ നിങ്ങള്? എവിടെ കുഞ്ഞാക്ക പൈസ? ഒരാഴ്ചത്തെ ഗ്യാപ്പ് അറിഞ്ഞ് വാങ്ങിയിട്ട് ഒരു മാസത്തിലേറായി. നമ്മളെ കാണുമ്പോ നിങ്ങൾ മുങ്ങി എടുക്കല്ല. കുഞ്ഞാക്ക, നിങ്ങക്ക് പൈസ കടം തന്നത് ഒരു അവധി പറഞ്ഞിട്ടാണ്. ആ അവധി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. എന്താണ് ഇതിന് മറുപടി? കാതറേ, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണൊന്നുമില്ലല്ലോ. ഞാനങ്ങോട്ട് തരൂലേ? പൈസ കൊടുക്കാതെ ന്യായം പറയുന്ന അവന്റെ കാതറേ, എന്റെ പൈസ ഞാൻ ഇന്നോ നാളെ തരാം. ഇന്നൊന്നും ചെയ്യരുത്. ഇങ്ങനൊരവധി ഇന്ത്യക്കെന്ന് കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. വണ്ടി കയറ്റി ഞാൻ കൊല്ലും നായെ. പന്നി പാടാ. തൽക്കാലം രക്ഷപ്പെട്ടു. അനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ഈ കുഞ്ഞാക്ക എന്നെ വെറുതെ വിടുന്ന് ഇജ്ജ് വിചാരിച്ചണ്ട. എന്താ നിങ്ങൾ ആലോചിച്ചിരിക്കണേ? ഞമ്മക്ക് വല്ല പറ്റിയതുണ്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ കാതറേ. എന്നാ അതൊന്ന് ചായക്ക് അവിടെ ഇരുന്നോട്ടെ. ഇത് വേണ്ടിണ്ടായിരുന്നില്ല. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങല്ലേ. ഇന്നാ ഞാൻ ഇറങ്ങട്ടെ. നടക്കാറാണ്ട് അന്നെ കൊല്ലാനല്ല കൊണ്ടുവന്നത്. ഭർത്താനാണ് തിന്നൂത്. തിന്നൊന്നും കിട്ടൂല. ഇവനെ ഒന്ന് പറ്റിക്കണം. കുഞ്ഞാക്ക, എന്താ നിങ്ങള് നോക്കണേ? ഈ കൂച്ചനാടിനെ അനക്ക് എവിടുന്ന് കിട്ടി? എന്ത് കൊടുത്ത്? എത്ര കൊടുത്ത്? കുഞ്ഞാക്ക, ഇത് പെണ്ണാടാണ്. ആര് പറഞ്ഞേ പെണ്ണാടാണെന്ന്? നോക്കാ ജി, കൂറ്റനാടല്ല അത്? അല്ല, ഇത് പെണ്ണാടാണ്. കൂറ്റനാടാണ്. കുഞ്ഞാക്ക, ഇത് പെണ്ണാടാണ്. അനക്ക് കണ്ണും കണ്ടൂടെ? അനക്ക് നല്ല സുഖല്ലേട്ടാ. ഞമ്മക്ക് അപ്പുറത്തെ പീടിയിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. വാ, ഇതാണ്. ഇവിടെ നിൽക്കട്ടാ, ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ. അല്ലാ, എന്താ എത്ര തിരക്കിൽ ഓടുന്നത്? ഞാനേ ചൂണ്ടലിടാൻ പോവാ. ചൂണ്ടിടാനാ? ഇന്റെ ചാടി ഒന്ന് ശരിയാക്കിക്ക.
ഇച്ചേ ഒരു പെണ്ണ് കാണാൻ പോകാനുണ്ട്. എത്ര ആൾ ഇവിടെ കാത്തുക്കുണ്ട്? എന്താ കുഞ്ഞാക്ക ഈ കാട്ടണ്? ഈ വയസ്സുകാലത്ത് ഇനിയും പെണ്ണാണോ നടക്കുക തന്തങ്ങള്? ഇനി ഒന്നിനും കൂടി എനിക്ക് കെട്ടാനുള്ള കഴിവും ആരോഗ്യവും എനിക്കുണ്ട്. ഇതിലോ 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 കുഞ്ഞാക്ക നിങ്ങളെ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞ ഈ രാജ്യം മുഴുവനും അറിയില്ലടാ. എന്താ സംഭവം? നമ്മളെ കാതുവാക്ക ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എങ്ങട്ടങ്ങള് അച്ഛൻ്റെ ഓടണത്? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എനിക്ക് അറിയില്ല. നമ്മളെ കാതറാക്ക എന്താ മോനെ നമ്മളെ കാതറിനുണ്ടായത്? ഞാൻ പോരുമ്പോ ഓൻ പെരിയില് പനമാതിരി നിക്കണത് ഞാൻ കണ്ടല്ലോ. മനുഷ്യന്മാരെ കാര്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടാ. നമ്മളെ കാതുവാക്ക ഒരു പെണ്ണെട്ടാൻ പോവാണ്. എന്റെ കുഞ്ഞാക്ക, ഞാൻ നിങ്ങളോട് എത്ര കാലായി എനിക്കൊരു പെണ്ണോക്കാൻ പറഞ്ഞിട്ട്. പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞാൽ മതി, ഒരു ജവാബും ഇല്ല. ഇജൊന്ന് പോടാ, അനക്ക് പ്രായപൂർത്തി ആയിക്കോട്ടെ. കാക്കായിന്റെ ഉപകാരം നിങ്ങളെ കൊണ്ട് ഈ പെരക്ക് ഉണ്ടായിട്ടില്ല. ഞാനാണെങ്കിൽ കടം വാങ്ങി ഒരു ആട്ടുകുട്ടിനെ വാങ്ങി. ഞാനിവിടെ ഇല്ലാത്ത നേരത്തെ നിങ്ങള് ആട്ടുകുട്ടീനെ വെറ്റുകാണ്ട് കള്ള് കുടിച്ചില്ലേ മനുഷ്യ? എന്താ ഇവിടെ വെക്കാനുള്ളത് മനുഷ്യ? ആരിത് കുഞ്ഞാക്ക? അല്ലാ, എന്താണ് ആമിന ഇവിടെ ഒരു പ്രശ്നം? നിങ്ങക്ക് കേക്കണേ കുഞ്ഞാക്ക, ഒരു 5 പൈസന്റെ ഉപകാരം ഈ മനുഷ്യനെ കൊണ്ടില്ല. കള്ള് കുടിച്ച് വൈകുന്നേരം ആടിപ്പാടി ഇവിടെ വരണേ. ഇവിടെ ഒരു പെണ്ണ് പേരറിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ കുഞ്ഞാക്ക. അതിനെ പറ്റി ഈ മനുഷ്യന് വല്ല വിചാരമുണ്ടാ? എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിക്കണത്. എത്താപ്പ കുഞ്ഞാക്ക? നമ്മളെ പുത്തമ്പളക്കാരൻ കാതറുണ്ടല്ലോ, ഓനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓൻ്റെ പമ്പറന്നോളെ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ഒരുപാട് കാലമായി. ഓളെ കൊണ്ടാണെങ്കിൽ ആ വലിയൊരു വീട് കൊണ്ടു നടക്കാനും കഴിയൂല. അപ്പോൾ ഓനക്ക് ഒരു പെണ്ണു വേണം. നമ്മളെ സൗദാബിനെ ഓനക്ക് കെട്ടണമെന്നുണ്ട്. ഓൻ്റെ അടുത്താണെങ്കിൽ പൂത്ത പണമുണ്ട്. ഈ കല്യാണം നടത്തിയാൽ നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടും പഠിത്തം എത്തിച്ചിട്ട് തീരും. എന്റെ കുഞ്ഞാക്ക, നമ്മളെ കുടുംബം ഇക്കാലത്തിൽ കുളം തോണ്ടിയത് ഓനാണ്. നിങ്ങൾക്കറിയാം അതൊന്നും? നിങ്ങളെ ആ പഴയ കഥ ഒക്കെ മറക്കി ഇങ്ങനത്തെ ഒരു ബന്ധം കിട്ടിയാൽ നിങ്ങളെ എല്ലാ അടങ്ങാറും തീരും. സ്ത്രീധനായിട്ട് ഓൻ്റെ കയ്യിൽ നിന്ന് കാശ് ഇങ്ങോട്ട് വാങ്ങാം. അതൊക്കെ പോരെ, ബാക്കിയൊക്കെ നിങ്ങളെയും നിങ്ങളെ മോളെയും സാമർഥ്യം പോലെ ഇരിക്കും. നിങ്ങൾക്ക് എല്ലാ സഹായത്തിനും ഈ ഞാനുണ്ടാവും നിങ്ങളൊപ്പം. അല്ല, എന്നാ ഒരു 500 രൂപ തരീ. എല്ലാറ്റിനും നിങ്ങളുണ്ടെന്നല്ല പറഞ്ഞത്. അതെന്തിനാ? കുപ്പി വാങ്ങാനാണ് ഇന്ന്. നിങ്ങൾ മിണ്ടായിരുന്നോളി. ഈ മനുഷ്യന്റെ ഒരു ഇജ്ജ് പോരെ കാര്യം. അവിടുന്ന്. അപ്പൊ ഞാൻ കാതറിന് വാക്ക് കൊടുക്കട്ടെ? എന്നാ ആയിക്കോട്ടെ കുഞ്ഞാക്ക, നിങ്ങൾ പറഞ്ഞോളി. കാതറാക്ക, നമ്മളെ കല്യാണം കഴിഞ്ഞ ദിവസാ. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. അതുകൊണ്ട് നിങ്ങൾ ഈ പലിശന്റെ ഏർപ്പാടൊക്കെ നിർത്തണം. നമ്മക്കും നമ്മുടെ മക്കൾക്കും ജീവിക്കാനുള്ള വക നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? എൻ്റെ അമ്മയും ഇപ്പി എന്നെ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ട. അതുകൊണ്ട് മരണം വരെ എൻ്റെ കൂടെ താമസിക്കാൻ അവരെ അനുവദിക്കണം. നിങ്ങള് നീ പറഞ്ഞതെല്ലാ കാര്യം എൻ്റെ ഇഷ്ടം പോലെയാണ്. ഇവിടെ ഞാൻ എല്ലാം സമ്മതിച്ചു. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും നീ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും നീ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടി
കണ്ടില്ലേ ഒരുത്തന്റെ സ്ത്രീ ജറകും വെച്ച് പാറുകയാണ് ആൾക്കാരെ ഗതിയെടുത്തി. പലിശ, കൂട്ടുപലിശ, ആളെ കൊല്ലല്, ആളെ ഉപദ്രവിക്കല്. എന്തായി ജറകൊടിഞ്ഞ് തീപ്പെട്ട് വീണ്. ഇതാണ് എല്ലാ മനുഷ്യന്മാരുടെയും സ്ഥിതി. ആരും അഹങ്കരിക്കണ്ട.